ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊലാബ് പോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു പാട്ടിൻ്റെ മിക്സായിട്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം, പിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ മോയ്സ്ചറൈസർ കണ്ടില്ലാത്തതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഇത് കാണിച്ച് നിങ്ങൾ ഞാൻ മടുപ്പിച്ചു എന്നറിയാം, സോറി. നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് വേറെ മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈമറി യൂസ് ചെയ്യാം. കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വെഡ്ഡിങ് ഗസ്റ്റൊക്കെ ആയിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പ്രൈമറി യൂസ് ചെയ്യാം. പെട്ടെന്ന് സ്വെറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കുറേ നേരം മേക്കപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഷൂട്ട് മാത്രം മതിയല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈമറി യൂസ് ചെയ്യാത്തത്. പ്രൈമറി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സും വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൈമറി സ്കിപ്പ് ചെയ്തത് കേട്ടോ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ് എടുത്തിരിക്കുന്നത്. കൺസീലറിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എൻ്റെ പാടുകളുള്ളിടത്തും കണ്ണിൻ്റെ അടിയിലും ചെറുതായിട്ട് മാത്രം ഇങ്ങനെ കൺസീലർ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഫിംഗർ കൊണ്ട് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സ്പഞ്ച് യൂസ് ചെയ്യാതിരുന്നതും ബ്രഷ് യൂസ് ചെയ്യാതിരുന്നതും എന്താണെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് പോവാണ്ടിരിക്കാനാണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും പ്രോഡക്റ്റ് വലിച്ചെടുക്കില്ല. ഇപ്പോൾ സ്പഞ്ചൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് കുറച്ചാണ് നമ്മുടെ സ്കിന്നിൽ തരുള്ളൂ. അപ്പോൾ എനിക്ക് ഫേസിലെ പാട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മറുകൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഡാബ് ചെയ്യുക, എങ്കിലാണ് ആ മറുക് നന്നായിട്ട് മറഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഫൗണ്ടേഷനായിട്ട് ഇവിടെ 2 ഷെയ്ഡ് മിക്സ് ചെയ്യാണ്. ഇത് മെയ്ബെലീൻ്റെ 2 ഷെയ്ഡാണ്. ഒരെണ്ണം വന്നിട്ട് 2ൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഷെയ്ഡ് നെയിമും ഡിസ്ക്രിപ്ഷൻ. ഒരെണ്ണം ഗോൾഡനും ഒരെണ്ണം ടോഫി ആണെന്ന് തോന്നുന്നു. അപ്പോൾ 2 ഷെയ്ഡും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഷെയ്ഡ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇതുവരെ ഒരു ഫൗണ്ടേഷനിൽ കറക്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഫൗണ്ടേഷൻ എപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഞാൻ കവിളിൽ മാത്രമാണ് ഇടാറ്, നെറ്റിയിലോട്ടും ചുണ്ടിന് ചുറ്റിനൊന്നും ഞാൻ ഇടാറില്ല. എന്താ വെച്ചാൽ എനിക്ക് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ലൈൻസ് വരില്ല, നെറ്റിയിൽ ലൈൻസ് ആണെങ്കിൽ സ്മൈൽ ലൈൻസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും നമ്മൾ വിയർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കവിളിൽ മാത്രം ഇട്ടിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ കഴുത്തിലും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒരു സ്പഞ്ചാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡിങ് ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പഞ്ച് വാങ്ങിക്കുന്നതാണ് നല്ലത്. സ്പഞ്ച് ആകുമ്പോൾ കറക്റ്റ് എന്തോരം പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ വേണോ അത്ര മാത്രമേ അത് കൊടുക്കുള്ളൂ. എക്സസ് ആയിട്ടുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളും, ഇപ്പോൾ പൗഡർ ആണെങ്കിൽ പൗഡറും എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ നിന്ന് അബ്സോർബ് ചെയ്യിപ്പിച്ചെടുക്കാൻ, മീൻസ് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പഞ്ചിന് പറ്റും, അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറിന് പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഫിനിഷും ഉണ്ടാവും. ഒരു ബ്ലർ ആയിട്ടുള്ള പോലത്തെ ഒരു ഫിനിഷ് നമ്മുടെ സ്കിന്നിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ചധികം നേരം തന്നെ ഇങ്ങനെ സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്യണം കേട്ടോ. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് എന്തോരം ഭംഗിക്ക് വരുന്നോ അത്രയും നേരം അത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് ഡാർക്ക് ബ്രൗണോ ഡാർക്ക് ബ്ലാക്കോ ഷെയ്ഡാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് വരയ്ക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ഷെയ്ഡ് മെൻഷൻ ചെയ്യാവേ. ഐബ്രോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യും പ്ലക്ക് ചെയ്തുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ പാർലറിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ത്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത്ര ഡ്രസ്സ് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു പാലറ്റാണ് എടുക്കുന്നത്. പാലറ്റിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിനകത്ത് ആ കാണുന്നൊരു ഷെയ്ഡ്, ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ക്രീസ് ലൈനായിട്ട് ക്രീസിൽ കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് ഈസിലി എൻ്റെ ഒരു ശീലം, നമ്മൾ ഓരോരോ മേക്കപ്പ് ആർട്ടിസ്റ്റും ഡിഫറെൻറ്റ് മെത്തേഡിലാണ് കേട്ടോ മേക്കപ്പ് അപ്ലൈ ചെയ്യുക. ഇന്ന കറക്റ്റ് ഓർഡർ ഒന്നുമില്ല.
അവർക്ക് ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് അതുപോലെയാണ് ഓരോ മെത്തേഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനും കറക്റ്റ് ചിലപ്പോൾ ഓർഡറിലായിരിക്കില്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യാറ്. നിങ്ങൾ ചെയ്ത് ശീലമാവും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ല നമ്മുടെ ഫേസിന് ചേരുന്നതെന്ന് തോന്നും. പിന്നെ ഞാൻ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നർ കോർണറിൽ എപ്പോഴും നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണ് വിടർന്നിട്ടുള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കും. ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു കുഞ്ഞായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അകത്ത് എപ്പോഴും ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഒരു ഗോൾഡൻ ഷെയ്ഡ്, എൻ്റെ ഡ്രസ്സിനകത്ത് ഗോൾഡൻ ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഐ മേക്കപ്പ് തന്നെ ഞാൻ ചെയ്യാൻ കാരണം. എന്നിട്ട് ഞാൻ കൈകൊണ്ടും ഒന്നുകൂടി എടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൈകൊണ്ട് വയ്ക്കുമ്പോൾ എക്സാക്റ്റ് കളർ കിട്ടുന്നുണ്ട്. ബ്രഷിനെക്കാട്ടിലും എനിക്ക് കൈകൊണ്ട് എടുത്ത് വയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷെയ്ഡിൻ്റെ നമ്മൾ പാലറ്റിൽ കാണുന്ന സെയിം ഷെയ്ഡ് എനിക്ക് കണ്ണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് എടുത്തിട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ ഔട്ടർ കോർണറിൽ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ, ഒരു ബ്രൗൺ എന്നല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, അതാണ് ഞാൻ എടുത്തിട്ട് ഔട്ടർ കോർണറിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അതും നമുക്ക് കൈകൊണ്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ സെയിം ആ ഒരു നമ്മൾ ക്രീസിൽ കൊടുത്തില്ലേ ആ ഒരു കളർ തന്നെ എടുത്തിട്ട് കണ്ണിന് അടിയിലും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി കണ്ണ് ഓപ്പൺ അപ്പ് ചെയ്യിപ്പിക്കും. പ്ലസ് നമുക്ക് മേലെ ഇട്ടിരിക്കുന്ന ഐഷാഡോ ഒരു അഭംഗിയായിട്ടുണ്ടാവില്ലേ, രണ്ടും മാച്ച് ചെയ്ത് പോകും നമ്മൾ ചുറ്റിനും ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ട് കണ്ണും ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങിനൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ അത്രയും എമൗണ്ട് ഓഫ് ഫൗണ്ടേഷൻ ഒന്നും നിങ്ങൾക്ക് എടുക്കണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം എടുത്തെങ്കിൽ ക്യാമറയിൽ അതൊരു ഭംഗിക്ക് കാണുള്ളൂ. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഇത്രയും ഫൗണ്ടേഷനോ ഇത്രയ്ക്ക് ഡാർക്ക് കളേഴ്സോ ഒന്നും കൊടുക്കണമെന്നില്ല, ലൈറ്റ് ആയിട്ടുള്ള കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ വെളിയിൽ ഇറങ്ങി നോക്കണം കേട്ടോ. നാച്ചുറൽ ലൈറ്റിങ്ങിൽ നമ്മുടെ സ്കിന്നിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, എന്നിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഒരുപാട് എടുത്തിട്ട് ഇടരുത്, നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് വേണം ഇടാൻ. പിന്നെ ഞാൻ കണ്ണ് എപ്പോഴത്തെ പോലെ ഒരു വാലിട്ടിട്ടുള്ള ഒരു കണ്ണ് കൊടുത്തിട്ടുണ്ട്, ഒരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഞാനൊരു ഐലാഷസും കൂടി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റി പറയണമെന്ന് ഐലാഷസ് വെക്കാറില്ല, എനിക്കറിയില്ല ഇത് വെച്ചിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന്. എന്നാലും ഐലാഷസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഫേസസ് കാനഡയുടെ ഐലൈനറാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ആ ഒരു ഐലൈനർ എടുക്കാറ്. എനിക്ക് അതാണ് ഇച്ചിരി കൂടെ ഒരു ഡാർക്കായിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറ്. പിന്നെ ഞാൻ മൂക്കൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോണ്ടോർ ചെയ്യാനായിട്ട് ഇത് എല്ലേപ്രോയുടെ കോണ്ടോർ ഹൈലൈറ്റ് പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മൂക്ക് കോണ്ടോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മൂക്കിന് നീളം കിട്ടാൻ വേണ്ടിയിട്ട്. സെയിം അതുപോലെ തന്നെ ഞാൻ എൻ്റെ കവിളും അതുപോലെ താടിയും കോണ്ടോർ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാനായിട്ട് മറന്നുപോയി, അപ്പോൾ അതുകൊണ്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഐക്കോണിക്കിൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മേലേയും താഴെയും മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺപീലി നല്ല നീളമുള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കും. പിന്നെ ഇത് മിലാനിയുടെ ബ്ലഷാണ്, അത് യൂസ് ചെയ്തിട്ട് ഞാൻ കവിളിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലഷ് ഇടുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും, ഒരു ഉണർന്നിട്ടുള്ള പോലെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യിപ്പിക്കും ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഞാൻ കവിള് കോണ്ടോർ ചെയ്യാണ്. എന്താ വെച്ചാൽ എനിക്കൊരു നല്ലൊരു വട്ടമുഖല്ലേ, അപ്പോൾ വട്ടമുഖം ഒന്ന് ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഷാർപ്പായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെ ഓർഡറിലൊന്നും എല്ലാവർക്കും കേട്ടോ, പക്ഷെ എല്ലാവരും ചെയ്യുന്നത് ഞാൻ എൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. എപ്പോഴും ബെറ്റർ ലാസ്റ്റ് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത് ഫേസസ് കാനഡയുടെ ആണ്, കറക്റ്റ് പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പുരുകത്തിൻ്റെ അടിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കണ്ണ് നല്ലൊരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മുടെ ഹൈ പോയിൻറ്റ്സിലെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നന്നായിട്ട് ഫേസ് എടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ലാക്മിയുടെ 925ൻ്റെ കോക്കോ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ബ്രൗൺ ഷെയ്ഡാണ്, എൻ്റെ സാരിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക്, ഒരു ഡസ്കി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് നന്നായിട്ട് ചേരും. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെയും നമ്മുടെ തലയിൽ ബോവൊക്കെ വെച്ചിട്ട് ഈ ഒരു മേക്കപ്പ് ഒരു രസമായിട്ടുണ്ടാവില്ല, പക്ഷേ ഡ്രസ്സ് മാറി കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. ഞാൻ ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒരു പൊട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഉള്ള ഒരു എല്ലില്ലേ അതിങ്ങനെ ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു സെസ്കി ലുക്ക് വരും. ആ ഒരു ഞാൻ മാല ഇടുന്നില്ല, അപ്പോൾ കഴുത്ത് ഒഴിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കോണ്ടോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്മൽ വന്നിട്ട് ഒരു ഇൻസ്റ്റ സ്റ്റോറിയിൽ നിന്നാണ്. സ്റ്റോറിൻ്റെ പേര് ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, സ്ക്രീനിലും ഉണ്ടാവും. ഈ സാരി വന്നിട്ട് ഒരു ഇൻസ്റ്റ സ്റ്റോറിയിൽ നിന്നാണ്, അതും ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴത്തെ പോലെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു എൻ്റർടൈനിങ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.